എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം ശ്രീകാന്തിനെ കണ്ടിട്ട് വിക്രം ആ കാര്യങ്ങളൊക്കെ പറയണം. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കൊടുക്കാനുള്ള പണം കൊടുക്കണം ആ കോൺട്രാക്ടർക്ക്. അല്ലെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളുടെ പെങ്ങള് തന്നെയായിരിക്കും നിങ്ങൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കാനായിട്ട് പോകുന്നത്, സമരം നടത്താൻ പോകുന്നെന്ന് പറയാം. ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ ശ്രീകാന്ത് ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചില്ല. കാരണം വിക്രം ചിലപ്പോൾ അടിച്ചൊതുക്കാൻ ശ്രമിക്കും അങ്ങനെ വിചാരിച്ചുള്ളൂ. പക്ഷെ തന്റെ പെങ്ങളെ വെച്ച് കളിക്കുമെന്ന് മനസ്സിലായില്ല. ഇവളെങ്ങാനും ഇറങ്ങി നിനക്കൊക്കെ എതിരെ ഇനി അവിടെ കിടന്ന മുദ്രാവാക്യം വിളിച്ചാണ്ടല്ലോ നാളെ കിടന്ന നീയും നിന്റെ അച്ഛനൊക്കെ ആയിരിക്കും. അത് വേണോ? പിന്നെ പത്രക്കാരായി, TV ചാനലുകാരായി, ജഡ്ജിക്കും മകനുമെതിരെ ജഡ്ജിയുടെ മകള് മുദ്രാവാക്യം വിളിച്ചെന്നറിഞ്ഞാൽ അതെല്ലാരും ഏറ്റെടുക്കും. പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയ പടരുകയും ചെയ്യും. അങ്ങനെ ഒരു സംഭവം വേണോ? അതിന്റെ ആവശ്യം ഉണ്ടോന്നൊക്കെ ചോദിക്കുക. അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്തിന് വേറെ ഒരു ഗത്യന്തരം ഇല്ലാതെ വന്നു. കാരണം ഇവിടെ എന്തേലും താന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഇവൻ അതുപോലെ ചെയ്യും. പണി പാളൂ എന്നുള്ള കാര്യം ഉറപ്പായി. അവസാനം നിന്ന് ഇപ്പൊ തന്നെ ശ്രീകാന്ത് പറഞ്ഞു, ഇപ്പൊ തന്നെ ഞാൻ സെറ്റിൽ ചെയ്തോളാം. ഒരു മണിക്കൂർ സമയം തരും, അതിനുള്ളിൽ തന്നെ സെറ്റിൽ ചെയ്യണമെന്ന് പറയണം. അവസാനം ശ്രീകാന്തിനെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ജയിക്കണം. അതിനുശേഷമാണ് വിക്രം താഴേക്ക് ഇറങ്ങി വരുന്നത്. ഈ സമയം വേദ അവിടെ താഴെ ഇങ്ങനെ പോസ്റ്റർ പിടിച്ചെങ്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് വേദ വെച്ചല്ല, എന്തിനും നിങ്ങൾ അകത്തേക്ക് കയറിപ്പോയതാ, അവിടെ എന്തായിരുന്നു കാര്യം ചോദിക്കാം. അതോ എനിക്ക് അവിടെ ഇമ്പോർട്ടന്റ് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഒരു കാര്യത്തിന് വേണ്ടി വന്ന കാര്യം കഴിഞ്ഞു, ഇനി നമുക്ക് പോയേക്കാന്ന് പറയണേ. എങ്ങോട്ട്? വീട്ടിലേക്ക്. ഓഹോ, ഇതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിക്കും. അല്ല, നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന കാര്യം പോലും പറഞ്ഞില്ല. ഒരു കാര്യത്തിന് വേണ്ടി കൊണ്ടുവന്ന കാര്യം കഴിഞ്ഞു, ഇനി നമുക്ക് പോവാന്ന് പറയാം. ഇത് കേട്ടം വേദ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതെന്നാ എന്നെ വെറും മണ്ടിയാക്കാനാണോ എന്ന് ചോദിക്കണം. പിന്നെ അല്ലാതെ പിന്നെ വേണമെങ്കിൽ ടൗൺ ഒന്ന് ഞാൻ ചുറ്റി കറങ്ങി കാണിച്ചേക്കാന്ന് പറയണം. ഇത് കേട്ടവൻ വേദ പറഞ്ഞു, വേണ്ട, എന്നെ ഒരു ടൗണും ആരും ചുറ്റി നടന്ന് കാണിക്കേണ്ട കാര്യമില്ല. എത്ര സമയം എന്താ ഞാൻ അവിടെ കുത്തിപ്പിടിച്ചിരിക്കുന്നത്, നിങ്ങൾ എന്തിനാ പോയെന്ന് പോലും എന്നോടൊന്ന് പറഞ്ഞു പോലും ഇല്ലെന്ന് പറയണം. അതിപ്പോ നിന്നോട് പറയാൻ പറ്റുന്ന കാര്യമല്ല, നിന്നോട് പറയാൻ പറ്റുന്ന കാര്യമായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞാലെന്നൊക്കെ പറയണം. വേദയ്ക്ക് നല്ല ദേഷ്യം വന്നു. വേദത്ത് അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം എന്ന് വേദ മനസ്സിൽ കരുതുവാണ്. പിന്നീട് വേദയെ കൊണ്ടേ വീട്ടിലേക്ക് വിട്ടിട്ട് വിക്രം അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് വിക്രം നേരെ ശ്രീനിവാസനെ കാണാനായിട്ടാണെങ്കിൽ ചെന്നിട്ട് ശ്രീനിവാസനോട് പറഞ്ഞു, സാറേ കാര്യങ്ങളൊക്കെ ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇത് കേട്ട ശ്രീനിവാസൻ പറഞ്ഞു, എനിക്കറിയായിരുന്നു നീ പോയിട്ടുണ്ടെന്ന് നടക്കൂന്ന്. ഒറ്റ മണിക്കൂറും കൊണ്ട് തന്നെ നീ ഇത്ര പെട്ടെന്ന് തന്നെ ഈ കാര്യം നടത്തുമെന്ന് എനിക്കറിയാലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു മോനെ, നിന്നിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. പലരും പലതും പറഞ്ഞു നിന്നെ കൊണ്ട് സാധിക്കില്ലാന്ന്, പക്ഷെ എനിക്കറിയാം നീ പോയിട്ടാ കാര്യമുള്ളെന്ന്. അപ്പോഴേക്കും അച്യുതൻ അങ്ങോട്ടേക്ക് വരുവാണ്. അച്യുതൻ വന്നിട്ട് പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട് സാറേ. ഇല്ലായിരുന്നു ഞാൻ എന്ത് ചെയ്യുന്നു, കുറെ നാളായിട്ട് 2-3 മാസമായിട്ട് ഞാൻ കിടന്ന് അലയുമായിരുന്നു പറയാണ്. അതെ, പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ബാക്കി പൈസ പാർട്ടി ഫണ്ടിലേക്ക് ഇട്ടേക്കണം എന്ന് പറയാം, അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് തന്നുള്ള സാറേ എന്ന് പറയാം. പിന്നീട് വിക്രത്തിനോട് പറഞ്ഞു, വിക്രം നീ ചെയ്ത് കൊടുത്ത ചെറിയ കാര്യമൊന്നും അല്ല, നിനക്കറിയാലോ സാറേ, എന്റെ ജോലി ഞാൻ വളരെ മനോഹരമായിട്ട് ചെയ്തു. അല്ല നീ അയാളെ കൈകാര്യം ചെയ്യാൻ പറ്റോ ചെയ്തെന്ന് ചോദിക്കുക. അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് സാറേ, ഇവിടെ നമ്മൾ ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടത്. ബുദ്ധി പ്രയോഗിക്കേണ്ടത് നമ്മൾ ബുദ്ധി പ്രയോഗിക്കണം. അതിപ്പോ അളിയനാളും കൊള്ളാം, ആരാണെങ്കിലും കൊള്ളാം എന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ടേക്ക് പോവാണ്. ശ്രീനിവാസന് സന്തോഷമായി. അല്ലെങ്കിൽ ശ്രീനിവാസന് അറിയാം വിക്രം ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നടത്തും എന്നുള്ള കാര്യം. ഈ സമയം വേറെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീജ എന്നിട്ട് ചോദിച്ചു, അല്ല ഇതെന്താ ഇത്ര പെട്ടെന്ന് വന്നേന്ന് ചോദിക്കുകയാണ്. ഇത് എവിടെ പോയതാന്ന് ചോദിക്കാം. എവിടെ പോകാനായിട്ട്, ഒരിടത്തും പോയില്ല, ചുമ്മാ ടൗണിൽ വരെ പോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് എന്നെ തിരികെ കൊണ്ടെന്ന് പറയണം. അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ടേക്ക് വന്നു. നന്ദിനി ചോദിച്ചു, ഓഹോ മാറ്റിനിക്കാന്ന് പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് മാറ്റിനി കഴിഞ്ഞോ? ഇത് കേട്ട് കഴിഞ്ഞപ്പം വേദയ്ക്ക് മനസ്സിലായി തനിക്കിട്ട് പണി തരുന്നതെന്ന്. അങ്ങനെയാണെങ്കിലോ ചെറുതായിട്ടൊന്ന് വാരി വിടാന്ന് കരുതുവാണ് വേദ പറഞ്ഞു, എന്ത് ചെയ്യാനാ, മാറ്റിനിക്ക് പോന്നപ്പം ഞാനാ പോണ്ടെന്ന് പറഞ്ഞു. പിന്നെ ടൗണിലൊക്കെ പോയി കോഫി ഷോപ്പിലൊക്കെ വെച്ച് കോഫിയൊക്കെ കുടിച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കഴിച്ച് കുറച്ച് സമയം ഞങ്ങൾ അവിടെയൊക്കെ ചെലവഴിച്ചെന്ന് പറയാം. ഇന്ന് വീട്ടിൽ തന്നെയല്ലേ നന്ദിനിയെടുത്ത് ഇരിക്കുന്നേ, അപ്പൊ ഇനി ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് പോണ്ടേ, വിനയേട്ടൻ വരുമ്പോ ഒന്ന് പറ, ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തു കൊണ്ടാൻ പറയണം. ഇത് കേട്ടതും നന്ദിനിക്ക് അങ്ങ് ദേഷ്യം വന്നു. പിന്നെ അന്ന് വെച്ചാൽ എന്റെ വിനയേട്ടൻ അത്രക്കാരനൊന്നും അല്ലെന്ന് പറയാ. എത്രക്കാരൻ? ഭാര്യനെ ഭർത്താവ് പുറത്തു കൊണ്ടുവന്ന് അതിന് വലിയ തെറ്റാണെന്ന് ചോദിക്കുവാണ്. അത് കേട്ടപ്പോ ശ്രീജ ചിരിക്കുവാണ്. ശ്രീജയ്ക്ക് ചിരി വന്നു. ശ്രീജയ്ക്ക് അറിയായിരുന്നു വേറെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ടാ വേദയും കൊണ്ട് പോയെന്നുള്ളത്. പിന്നീട് വേദ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, തന്നെ ഇട്ട് കുരങ്ങൊളിപ്പിച്ചോണ്ടിരിക്കാം. വേതാളമാണ് പോലും, വേതാളം എന്താന്ന് കാണിച്ചു കൊടുക്കാൻ പോകുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് നേരെ ചെല്ലുന്നത് കമലയുടെ അടുത്തേക്കാണ്. കമലയുടെ അടുത്ത് നിന്നപ്പോ കമല ചോദിച്ചു, എന്താ മോളെ
നീക്കണം. അമ്മേ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ അമ്മയോട് പറയാണ്ടെന്ന് പറഞ്ഞ എന്ത് കാര്യം? അല്ല, ഈ വിക്രത്തിന്റെ സ്വഭാവം നമുക്കൊന്ന് മാറ്റിയെടുക്കേണ്ടെന്ന് ചോദിക്കും. മോളെ, അതിനി മാറ്റാൻ എനിക്ക് പറ്റൂല. കാരണം ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ്. കാരണം മാറാനാണെങ്കിൽ അവന് കുറെ അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ എത്രമാത്രം അവനോട് പറഞ്ഞതാ. പക്ഷെ അവൻ മാറാൻ കൂട്ടാക്കില്ല. ഇനിയിപ്പൊ അത് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം. പിന്നെ ഒരു അമ്മയല്ലേ, എനിക്കും ആഗ്രഹമില്ലേ അവന് മാറ്റം ഉണ്ടാവണമെന്ന്. ഇത് കേട്ടതും വേദ പറഞ്ഞു, ആ കാര്യം ഓർത്ത് അമ്മ വിഷമിക്കണ്ടെന്ന് പറയാം. എന്താ, നമുക്ക് വിക്രത്തിന്റെ സ്വഭാവം മാറ്റിയെടുക്കാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. അതിനൊരു മാർഗമുണ്ട്. അമ്മ അതുപോലെ ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറയാം. എന്താ മോളെ? പിന്നീട് അതിനുള്ള മാർഗങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അമ്മ വരുമ്പോ അങ്ങനെ പറഞ്ഞാൽ മതി. അമ്മ പറഞ്ഞാൽ വിക്രത്തിന് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ആരും പറഞ്ഞാൽ അനുസരിക്കില്ല. അമ്മ പറഞ്ഞാലേ കേൾക്കുള്ളൂ എന്ന് പറയാം. ഞാൻ പറഞ്ഞു നോക്കാം. പക്ഷെ അവന്റെ കാര്യം ഏതാണ്ട് ഒരുറപ്പും പറയാൻ പറ്റില്ല. അവന്റെ സ്വഭാവമാണ്. എപ്പോഴേത് നേരത്തെ മാറുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അവന് ഇത്തരം കാര്യങ്ങളോട്ട് വിശ്വാസം ഇല്ലാന്ന് പറയാണ്. പിന്നീട് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും വിക്രം വീട്ടിലേക്ക് വരുവാണ്. വിക്രം വീട്ടിൽ കയറി അതുപോലെ അമ്മയെ ചോറൊന്നും പറഞ്ഞും കൂടി ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആ കമല അങ്ങോട്ടേക്ക് വന്നു. കമല വന്നിട്ട് വേദയോട് മോളെ ചോറ് വിളമ്പി കൊടുക്കാൻ പറയണം. അതിന് അമ്മയുണ്ടല്ലോ, പിന്നെ എന്തിനാ അവള് വിളമ്പണെന്ന് ചോദിക്കാം. എടാ, അവള് നിന്റെ ഭാര്യയല്ലേ, പിന്നെ അവളല്ലേ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടെന്ന് ചോദിക്കും. പിന്നെ ഒരു ഭാര്യ വന്നിരിക്കുന്ന പോലും. ഇത് കേട്ടതും കമല പറഞ്ഞു, അതെ, എന്നെ കൊണ്ട് ഇനിയൊന്നും പറ്റില്ല. എനിക്ക് വയസ്സും പ്രായമൊക്കെ ആയി. ഇനിയിപ്പം നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടാ ഇവള് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നിനക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇവളോട് പറഞ്ഞാൽ മതി എന്ന് പറയാം. വേണ്ട, എനിക്ക് അവൾ എടുത്തു തരണ്ടെന്ന് പറയാം. ഇത് കേട്ടതും കമല പറഞ്ഞു, ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ വിക്രം ശരിയാകുന്നേ? നിങ്ങൾ തമ്മിൽ കീരിയും പാവം പോലെ കഴിഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ ഒന്നിച്ച് ജീവിക്കേണ്ടവരല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായി. ഇനിയെങ്കിലും അതൊന്നും നിനക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിച്ചിട്ട് വിക്രത്തെ ഉപദേശിക്കണം. വിക്രം പറഞ്ഞു, അമ്മേ, എനിക്ക് പറ്റില്ല. അമ്മയ്ക്ക് അറിയാലോ ഞാൻ ഏത് സാഹചര്യത്തിലും അവളുടെ കഴുത്തിൽ താലി ആർത്തിയെന്ന്. ഇവളെ ഞാൻ ഇതുവരെയായിട്ടും ഭാര്യയായിട്ട് കണ്ടിട്ടില്ലെന്ന് പറയണം. ഇത് കേട്ടതും പെട്ടെന്ന് കമല പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം. നീ ഇനി ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. നീ കുറച്ച് ദിവസം ക്ഷേത്രത്തിൽ പോയി ഭജന ഇരിക്കാൻ പറയാണ്. ക്ഷേത്രത്തിൽ പോയി ഭജന ഇരിക്കാനോ? അത് വേറെ ട്രിക്കായിരുന്നു. അമ്മ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും. അതെ, ഞാൻ നോക്കിയിട്ട് നിങ്ങളെ രണ്ടുപേരും ഒന്നിപ്പിക്കാണ്ട് അത് ഒരു മാർഗമുള്ളൂ. നീ ഈ ഗുണ്ടാപ്പണി ഇതൊക്കെ കളഞ്ഞിട്ട് കുറച്ച് ദിവസം ക്ഷേത്രത്തിൽ പോയി ഭജന ഇരിക്കുക. അപ്പൊ നിന്റെ മനസ്സ് മാറുമെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, അമ്മയ്ക്ക് എന്ത് പറ്റിയമ്മേ? സംബന്ധം തെറ്റിയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടോണ്ടാണ് ശ്രീജ നന്ദിനി അങ്ങോട്ട് വരുന്നത്. നന്ദിനി പറഞ്ഞു, അല്ലമ്മേ, ഇവനെ കൊണ്ട് ഭജന ഇരുത്താനായിട്ടാ. കൊള്ളാം, ഗുണ്ടായുസം കാണിച്ച് ഗുണ്ടാപ്പണിയായിട്ട് നടക്കുന്നവരെ കൊണ്ട് ക്ഷേത്രത്തിൽ കൊണ്ട് ഭജന ഇരുത്താനായിട്ട്. ഇത് കേട്ടപ്പം ശ്രീ ചോദിച്ചു, അതെന്താ അവൻ പോയി ഭജന ഇരിക്കാൻ പാടില്ലെന്ന് ചോദിക്കുകയാണ്. നല്ല കഥയായി. അതും വിക്രം പോയ തന്നെയെന്ന് പറയാണ്. ആ സമയം വേദയുടെ നേരെ വിക്രം നോക്കി, സത്യം പറയടി, നീ അല്ല ഇതിന്റെ പിന്നിൽ നിന്ന് ചോദിക്കുകയാണ്. ഞാനോ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാണ്. എനിക്കറിയാം, അമ്മേനെ കൊണ്ട് നീ ഇത് പറഞ്ഞു പറയിപ്പിച്ച എന്നെ ക്ഷേത്രത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നിന്റെ ആഗ്രഹം നടക്കില്ല മോളെ എന്ന് പറയണം. ഇത് കേട്ടപ്പോ കമല പറഞ്ഞു, എടാ, അവളൊന്നും പറഞ്ഞിട്ടില്ല. നീ അവളെ ഒന്നിച്ച് ജീവിക്കുന്ന കാണാനുള്ള ആഗ്രഹം കൊണ്ടാ. ഞാൻ മരിക്കുന്നതിന് മുമ്പെങ്കിലും നടക്കുവോ? അതിന് വേണ്ടിയിട്ടാ ഞാനൊരു നേർച്ച നടന്നിട്ടുണ്ടായിരുന്നു, നിന്നെ ഒരാഴ്ച കൊണ്ടേ ഭജന എടുത്തിയേക്കാന്ന്. അപ്പൊ അതിനു വേണ്ടിയിട്ടാന്ന് പറയാണ്. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് എന്ത് ചെയ്യണം നടത്തില്ല. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. വിക്രം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വേദയ്ക്ക് മനസ്സിലായി അമ്മ പറഞ്ഞുകൊണ്ട് അത് ഏറ്റെന്നുള്ള കാര്യം. ഇനിയിപ്പം എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. അവർ രണ്ടുപേരും ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് ഭജന ഇരിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട്. അങ്ങനെ വിക്രം അടിമുടി മാറാനായിട്ട് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇനിയിപ്പം ക്ഷേത്രത്തിൽ പോകും കാര്യങ്ങളൊക്കെ ഈ ആഴ്ച അവസാനത്തോടു കൂടി കാണിക്കുള്ളായിരിക്കും കേട്ടോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.